ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും, വിശ്വാസത്തെ സഹകരണമായും, സഹകരണത്തെ ജനക്ഷേമമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു. मेरी यात्रा ऐसे ऐतिहासिक अवसर पर हो रही है जब सेशल अपनी स्वतंत्रता के 50 वर्ष पूरे कर रहा है और हम भारत सेशल राजनयिक संबंधों की भी 50वीं वर्षगांठ मना रहे हैं. इन 50 वर्षों की यात्रा में हमने मित्रता को विश्वास में, विश्वास को सहयोग में और सहयोग को जन कल्याण में बदला है. हिंद महासागर ने भारत और सेशल के संबंधों को सींचा है. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. साथियों, ये टेक्नोलॉजी का युग है. हर दिन नई रिसर्च हो रही है, नए नए AI इनोवेशन सामने आ रहे हैं. इस दौर में एक सवाल बहुत महत्वपूर्ण है. लोगों की क्रिएटिविटी को कैसे बचाए रखा जाए. नई टेक्नोलॉजी के साथ आगे बढ़ते हुए हम अपनी जड़ों से कैसे जुड़े रहें. इन सवालों का समाधान खोजा नालंदा विश्वविद्यालय. നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം ക്യാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. st.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. +1 പ്രവേശനത്തിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ, ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൗണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 വരെ 5 ദിവസങ്ങളിലായി 3 മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കരുത്തരായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറിറ്റുകളൊന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ്പ് വർദ്ധയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 ഓവറിൽ 5 വിക്കറ്റിന് 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ VV രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സേഷ്യൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.